ഇറങ്ങി വാ, ബുക്കും പേപ്പറൊക്കെ എടുത്തോ. സാറേ ഇത്തിരി ഷോയാണ്. ഹലോ മേഡം, ഇത് എന്ത് പോക്കാണത് ഇങ്ങനത്തെ റോട്ടിൽ കൂടെ? അതും സീറ്റ് ബെൽറ്റ് ഇല്ലാണ്ട്. സീറ്റ് ബെൽറ്റ് ഇട്ട് നിങ്ങള് സാർ അത് ബെൽറ്റ് ഞാൻ ജസ്റ്റ് കോള് വന്നപ്പോ ഒന്ന് ബെൽറ്റ് മാറ്റിയിരുന്നു. ഈ ജസ്റ്റ് കോള് വന്നപ്പോ ബെൽറ്റ് മാറ്റിയെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞ ന്യായമല്ല. പിന്നെ നിങ്ങൾ ഈ റോഡിൽ കൂടെ പോയ സ്പീഡ് ഉണ്ടല്ലോ, അത് തീരെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഓവർ സ്പീഡും ആണ്, സീറ്റ് ബെൽറ്റും ഇല്ല, ഫൈൻ അടക്കണം. ഫൈൻ അടിച്ചിട്ട് പോകാം. സാർ ഓവർ സ്പീഡ് ഒന്നും ആയിരുന്നില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അത് ഞാൻ സമ്മതിക്കാം. നിങ്ങൾ ഇവിടുന്ന് ഒരു 60-70 കിലോമീറ്റർ സ്പീഡിലാണ് പോയത് അല്ലേ? സാർ എന്തീ പറയണേ? അപ്പൊ ഇവിടെ എത്ര കിലോമീറ്റർ സ്പീഡിൽ പോവാന്നാ സാർ? ഇത് മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റിയിൽ വേഗത 50 ആണ്. 50 കിലോമീറ്റർ വേഗം നിങ്ങൾക്ക് പോവാം. ഹൈവേയിൽ നിങ്ങൾ 75-80 പോവാം. എന്റെ പൊന്ന് സാർ, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കണുണ്ടല്ലോ ആൾക്കാരെ, സ്പീഡ് കൂടുതലാണ് കുറവാണ്, ചില സ്ഥലത്ത് ക്യാമറയിൽ ഫോട്ടോയും വരും. ഞാൻ ചോദിക്കേണ്ടത്, ഓരോ റോഡിന്റെയും ആരംഭത്തിൽ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പാടില്ല ഇത്ര സ്പീഡിലേ പോവുള്ളൂ എന്ന്. നമ്മളെന്താ ഇത് ഊഹിച്ച് ഓടിക്കണോ? എനിക്ക് അതൊക്കെ നമ്മൾ ന്യായമായിട്ട് അറിഞ്ഞിരിക്കണം, ഏത് റോഡിൽ എത്ര കിലോമീറ്റർ സാറേ. പുതിയതായിട്ട് ഇവിടെ വന്ന ഒരാൾക്ക് അറിയാൻ പറ്റുമോ ഇത് മുനിസിപ്പാലിറ്റി റോഡാണോ അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡാണോ നാഷണൽ ഹൈവേ ആണോ എങ്ങനെ അറിയണേ? അതെ, നിങ്ങൾ കൂടുതൽ ന്യായത്തിൽ നിൽക്കണ്ട. നിങ്ങൾ 1000 രൂപ പെട്ടി അടിച്ചു. സാറിന് ഇപ്പൊ മാസം അവസാനം കോട്ട തികയ്ക്കണായിരിക്കും, അതിന് വേണ്ടിയിട്ട് 1000 രൂപ തരണമായിരിക്കും. അതെ, അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്, ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യണത്. ഇങ്ങനെ 2 തെറ്റുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, ഒന്ന് നിങ്ങൾ ഓവർ സ്പീഡിലാണ് പോയത്. ഓവർ സ്പീഡ് ഞാൻ സമ്മതിക്കില്ല സാറേ, ഓവർ സ്പീഡ് ഞാൻ സമ്മതിക്കില്ല. സാറിനോട് ശബ്ദം ഉയർത്തി വർത്താനം പറയണ്ട, അതുപോലത്തെ ഒരാളാണ് അകത്തിരിക്കണം. എന്റെ പൊന്നു സാറേ, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. നിങ്ങൾ ഗവൺമെന്റ് ജോലിക്കാരാണ്, അതുപോലെ ഞാനും ഒരു ഗവൺമെന്റ് ജോലിക്കാരി തന്നെ. ആ ശരി, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ മാഡത്തിന് പേരെന്ന് പറഞ്ഞോളൂ. മണ്ടോദരി. വീട്ടുപേരെന്താ? മേപ്പളട്ടിൽ. സാറേ, ഈ ഒളിച്ചെന്ന് പിടിക്കുന്ന പരിപാടി ഭയങ്കര ബോറാ സാറേ. ഇപ്പൊ ഒളിച്ചൊന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ ഉണ്ട്, ഒരു പിടിച്ചോളും. അപ്പൊ ക്യാമറ വെക്കണവരോട് ഒരു കാര്യം കൂടി പറയേ, ഓരോ റോഡിന്റെ അറ്റത്ത് ഇങ്ങനെ വെക്കാൻ പറയേ, കാറിന്റെ സ്പീഡ് ഇത്ര, ബൈക്കിന്റെ സ്പീഡ് ഇത്രാന്ന്. അപ്പൊ ആൾക്കാർക്ക് അത് നോക്കി ഓടിക്കാലോ. മാഡം, ക്യാമറയുടെ മുമ്പിൽ പോയി തെറ്റ് ചെയ്തിട്ടേ ഞാൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് കൃത്യമായിട്ട് അറിയാം അങ്ങനെ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അതൊന്നും ചെയ്യാതെ ആൾക്കാർ തെറ്റിയതൊന്നും പറഞ്ഞ ഇങ്ങനെ പൈസ മേടിക്കാനല്ലേ? സാറേ നടക്കണത്. നീ പോകുമ്പോ ആ സീറ്റ് ബെൽറ്റ് മറക്കണ്ട കേട്ടോ. ഒരു ബോധമില്ലല്ലോ, നമ്മളിവിടെ നിൽക്കുന്നത് ബോധം അച്ചക്കന്. നെറ്റ് ഒന്ന് ഗൂഗിൾ പേ ഒന്നോ വന്നു. അയ്യോ പോയി. ഗുഡ് മോർണിംഗ് സാറേ. സാറേ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് സത്യശീലൻ എന്നാണ്. എനിക്കിതാ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞിട്ട് ഒരു നോട്ടീസ് വന്നിട്ടുണ്ട്. ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിച്ചതിന്. അടച്ചോ? പൈസ അടച്ചോ? അല്ല, അങ്ങനെ പൈസ അടയ്ക്കാൻ പറ്റില്ല. ഈ ഡേറ്റിന് ഞാനില്ല, ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല, ഞാൻ വീട്ടിലാണ്. ഈ വണ്ടി നമ്പറും ഫോട്ടോ നിങ്ങളല്ലേ? വണ്ടി നമ്പർ എൻ്റെയാണ്, ഫോട്ടോ എൻ്റെ അല്ല. അല്ല, അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് ക്യാമറയിൽ പതിഞ്ഞത്? സാറേ, ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ ഡേറ്റിന് ഞാൻ അസുഖമായിട്ട് വീട്ടിൽ കിടപ്പാണ്, ഞാൻ ഇറങ്ങിയിട്ടില്ല പുറത്തേക്ക്. അത് നിങ്ങൾ പറയണതല്ലേ? അതെ, ഞാൻ തന്നെയല്ലേ ഇത് പറയേണ്ടത്. എന്റെ മാഷ, ഇതിപ്പോ പോലീസ് നേരിട്ട് നിങ്ങളെ ചെക്ക് ചെയ്തതാണെങ്കിൽ പോലീസ് കള്ളം പറഞ്ഞാണെന്ന് പറയാം. ഇതിപ്പോ നിങ്ങളുടെ വണ്ടി ഓടിച്ചു പോകുന്ന ക്യാമറയിൽ പിടിച്ചിട്ട് വന്നിട്ടുള്ളതല്ലേ ഇത്? അതേ, ഇനിയിപ്പോ ക്യാമറ വല്ല പൊട്ട ക്യാമറ ആണോന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ എന്താണ് സാറേ പുതിയ ക്യാമറ വെച്ചിട്ടുള്ളതാണ്, അത് പണ്ടത്തെ പോലത്തെ ക്യാമറ അല്ല. അത് വണ്ടിയായിട്ട് ഞാൻ പുറത്ത് ഇറങ്ങിയിട്ടില്ല. ഇയാൾ അതൊന്നും പറയാൻ നിൽക്കണ്ടേ, ആ ഫൈൻ അടിച്ചിട്ട് പോകാൻ നോക്ക്. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളെ പോലുള്ള ഒരു പല നോണയും പറയും, അത് കണ്ടുപിടിക്കാനായി ക്യാമറ വെച്ചേക്കണതേ. എന്റെ സാറേ, നമ്മുടെ ഈ ക്യാമറയിലേ ഒരു ഹെൽമെറ്റ് വെക്കാണ്ട് പോയത് പിടിച്ചിട്ട് അതിന് ഫൈൻ വന്നേക്കുക. അത് അടയ്ക്കാണ്ട് ഇവിടെ വന്നിട്ട് പറയുകയാണ് ക്യാമറ പൊട്ട ക്യാമറയാണ്. എടോ, അതെ, താൻ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല. ഇപ്പോ സംവിധാനങ്ങളൊക്കെ മാറി, മനസ്സിലാവുണ്ടോ? ഇപ്പൊ സംഗതി മറ്റുള്ള നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, 225 കോടി രൂപ ചെലവാക്കിയിട്ട് വെച്ചിട്ടുള്ള ക്യാമറകളാത്. ഇപ്പൊ തന്റെ ഫോട്ടോയും കിട്ടുക, തന്റെ വണ്ടി നമ്പറും കിട്ടുക, അഡ്രസ്സും ഫുള്ള് വന്നിട്ട് പിന്നെ താൻ അതല്ലാന്ന് പറഞ്ഞാല്. അല്ല, ഈ പറയുന്ന ഡേറ്റിന് ഇതിൽ വന്നിട്ടുള്ള ഈ ഡേറ്റില് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല.
വണ്ടി ഞാനും വീട്ടിലാണ്, പിന്നെ എങ്ങനെ ഇത് വരുന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്നാ പിന്നെ ക്യാമറ അവിടെ നിന്ന് ഇറങ്ങി തന്റെ വീട്ടിൽ വന്നിട്ട് അത് എടുത്തിട്ട് പോയില്ലോ. അല്ലാതെ എന്തെന്നാ ഒരു മറുപടി പറയാ? അതെനിക്ക് അറിഞ്ഞൂടാ. അല്ല അത് നിങ്ങക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? സാറേ അതൊന്ന് നോക്കി, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ലാന്ന്. സാറേ അതൊന്ന് നോക്കി നോക്കൂ സാറേ. അത് ശരി. ഇതിപ്പോ തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്നുള്ളത് മാത്രല്ല, ഓവർ സ്പീഡാണ്, പിന്നെ അപകടകരമായിട്ടുള്ള രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ. എല്ലാത്തിനുള്ള പേട അടക്കേണ്ടി വരും. ആ പേട അടച്ചിട്ട് പോവോ? നല്ലൊരു കാശ് അടക്കേണ്ടി വരും. ആ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല ഇത്. ഇത് 3D ഡോപ്പർ ക്യാമറകളാ. ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിന്. ഇതിപ്പോ ഒരു സ്ഥലത്ത് തന്നെ അങ്ങനെ കുത്തിച്ചാരി വെക്കണം എന്നൊന്നുമില്ല. നമുക്ക് ആവശ്യാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കാം. ആ ജാതി സാധനം അത്. റോഡ് നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നത് മാത്രമല്ല, വണ്ടി നമ്പറായിട്ട് ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ പകർത്തി തരുന്ന ജാതി സാധനം ഈ ക്യാമറ. ആ ക്യാമറ ശരിയല്ല എന്നാ ഇജ്ജ് പറഞ്ഞത്. എന്താ ഉണ്ട്? ഞാൻ എന്താ ചെയ്യേണ്ടത് സാറേ? അതെ, ഒരു കണ്ണുണ്ടായാ പോരാ, കാണണം. കാതുണ്ടായ പോരാ, കേൾക്കണം. ബുദ്ധി ഉണ്ടായാൽ പോരാ, അത് ഉപയോഗിക്കണം. മനസ്സിലാവണ്ട? ഇതിപ്പോ ആരൊക്കെ ജ്വല്ലറിയോ ടെക്സ്റ്റൈൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെച്ചെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് അവിടെ വന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ പരിപാടിയൊക്കെ അങ്ങോട്ട് സാധൂകരിക്കാറുന്നു. അങ്ങനെ ഉണ്ടോ? അങ്ങനല്ല, അങ്ങനെ അപ്പൊ കൈക്കൂലി. അല്ലാതെ പിന്നെ ശരി. അപ്പൊ അന്റേന്ന് കൈക്കൂലി മേടിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ എന്റെ തൊപ്പി ഇവിടെ ഉരി വെച്ചതെന്നാണ് അന്റെ ധാരണ അല്ലേ? അയ്യ എന്താ വെച്ചാൽ അടച്ചിട്ട് പോയിക്കോട്ടാ. അതൊന്ന് സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? നമ്മളിപ്പോ ഇത്രയും കൂടുതൽ പൈസ മുടക്കിയിട്ട് ഈ റോഡാന്തരം വെച്ചിട്ടുള്ള ക്യാമറകൾ ഉണ്ടല്ലോ, അപ്പൊ അത് ഒരു കണക്കിന് നല്ലതാ. അതല്ലാതെ അല്ലേ? പൊതുജനങ്ങളുടെ സുരക്ഷ, പിന്നെ ഓവർ സ്പീഡിന് വാഹനങ്ങൾ ഓടിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അല്ലേ? അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ അത് എന്തുകൊണ്ടും നല്ലതാ. എന്താ എനിക്ക് മനസ്സിലാവാത്തത്? ഇപ്പൊ പൊതുജനങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ക്യാമറകൾ ഉണ്ടല്ലോ, അതേ ക്യാമറകള് ഇവിടെ RTO ഓഫീസിനകത്ത് നമ്മൾ സ്ഥാപിക്കണം. ഈ ഓഫീസിനകത്ത് എന്തൊക്കെ നടക്കുന്നു, ഏതൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെ സേവനങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ ജനത്തിന് അവകാശമുണ്ട്. ഡിപ്പാർട്ട്മെന്റും ലൊക്കേഷനും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫോണിൽ ഇരുന്നു കൊണ്ട് ഇവിടെ നടക്കുന്നത് മുഴുവൻ കാണാൻ പറ്റണം. ഇത് നേടിയെടുക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ ഞാനൊരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്യാൻ പോവാ. സാറേ ഈ സാറ് ഫൈൻ അടക്കണ്ട. അത് ഈ സാറിന്റെ വണ്ടി അല്ലത്. ഈ സാറ് സുഖല്ലാണ്ട് വീട്ടിൽ തന്നെ കിടക്കായിരുന്നു. ഇയാളുടെ വണ്ടി പുറത്തിറക്കിയിട്ടില്ല. ഞാൻ സുഖമില്ലാതെ കിടക്കായിരുന്നു അതിനകത്ത്. അത് പറഞ്ഞ ശരിയാ. കുഴപ്പമില്ല സാറേ, അത് കുഴപ്പമില്ല. അല്ല അതല്ല, അതെന്താ അറിയോ? വേണ്ടേ, ഞാൻ ഫൈൻ അടക്കാം. അല്ല എന്താണെന്ന് പറയട്ടോ. ഇതില് 43 എന്നാണ് വേണ്ടത്. അത് 48 എന്നായി പോയി. കാരണം ഒന്നിങ്ങനെ ഇതായി പോയി, 3 8 കിടക്കുകയാണ്. അതാണല്ലേ സാറേ, ഈ വണ്ടിയുടെ യഥാർത്ഥ ഓണറേ മന്മഥൻ എന്ന് പറഞ്ഞ ഒരാളാ. സത്യശീലൻ സാറല്ല. അല്ല.